എന്താണ് എൻ്റെ എൻവയോൺമെൻറ്റിനും ആ ഒരു ബിസിനസ് എങ്ങനെ. അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ പണ്ട് നമ്മളിവിടെ കൊക്കോകോള കമ്പനി വന്ന സമയത്ത് ആ ഒരു ഏരിയയിലുള്ള ജനങ്ങൾക്ക് അവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടും ആ വാട്ടർ പൊല്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് കേട്ടിട്ടില്ലേ. അപ്പോൾ അതെന്താ എൻവയോൺമെൻറ്റിന് ഹാംഫുൾ ആയിട്ടുള്ള അങ്ങനെയുള്ള ഒരു ബിസിനസ്സിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പം നമ്മൾ എൻവയോൺമെൻറ്റിൻ്റെയും കൂടി എന്താ നമ്മൾ കൺസിഡർ ചെയ്യാൻ ഒരു ബിസിനസ് തുടങ്ങുക. അപ്പം എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ ആൻഡ് റോൾ അതിൽ എന്തൊക്കെയാണ് ബിസിനസ്സിൻ്റെ റോൾ എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. എന്തൊക്കെയാണ് അതിൽ നമ്മൾ നോക്കുന്ന ഫസ്റ്റ് എയർ പൊല്യൂഷൻ ആണ്. എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പം എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് ഇപ്പം എന്താ പറയുക പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു യൂണിറ്റൊക്കെ ആണെന്ന് വെച്ചാൽ ധാരാളം എയർ പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ ചില അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്താണ് എയർ പൊല്യൂഷൻ കൂടും. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിനുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ട് വേണം എപ്പോഴും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. ആസ് വി നോ ദ എയർ വി ബ്രീത്ത് കണ്ടെയ്ൻ സെവറൽ ഗ്യാസസ് അല്ലേ, ഡസ്റ്റ് പാർട്ടിക്കിൾസ് എക്സെട്ര. അവർ ബോഡി മെഷീൻസ് ഹെൽപ്സ് ഇൻ ടു ഫിൽറ്ററിങ് ദ അൺവാണ്ടഡ് വൺസ് ആൻഡ് റിട്ടേൺ അല്ലേ. ഇത് അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളൊരു പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയറൊക്കെയാണ് പുറത്തേക്ക് വരുന്നത് വെച്ചാൽ അത് നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹ്യൂമൻ ബീങ്സിനായാലും ആനിമൽസിനായാലും ബേർഡ്സിനായാലും മൊത്തം എൻവയോൺമെൻറ്റിന് എന്താണ് ഹാംഫുൾ ആണത്. അപ്പോൾ അങ്ങനെയുള്ള ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക. അതിനൊക്കെയുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിച്ചുകൊണ്ട് വേണം ഒരു ബിസിനസ് എപ്പോഴും എന്ത് ചെയ്യുക. റെസ്പോൺസിബിലിറ്റിയാണ് ബിസിനസ്സിൻ്റെ. അതൊക്കെ കൺട്രോൾ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. എന്തൊക്കെയായിരിക്കും കോസസ് ഓഫ് എയർ പൊല്യൂഷന് കാരണം? എമിഷൻ ഓഫ് ഫ്യൂംസ് ഫ്രം വെഹിക്കിൾസ് അല്ലേ, വണ്ടികളിൽ നിന്ന് വരുന്ന പുക. ധാരാളം എയർ പൊല്യൂഷൻ ഉണ്ടാവുക എപ്പോഴും ധാരാളം. നമുക്കിപ്പോൾ തന്നെ അറിയാം നമുക്ക് എത്ര വെഹിക്കിൾസ് ആണ് അല്ലെങ്കിൽ എത്ര വാഹനങ്ങളാണ് നമ്മളിപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മളിപ്പോൾ റോഡിലേക്ക് ഇറങ്ങിയാൽ പോകുന്നത്. ഈ വാഹനങ്ങളിൽ നിന്നൊക്കെ വരുന്ന പുക എവിടെയാണ് നമ്മൾ എയറിലേക്ക് പോകുന്ന സമയത്ത് അതെന്താണ് എയർ പൊല്യൂഷനാണ്. ഇതൊക്കെ നമ്മൾ ശ്വസിക്കുന്നത്. അപ്പം അതൊരു കൺട്രോളബിൾ ആവാനുള്ളതൊരു പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ളതാണ്. അപ്പം എയർ പൊല്യൂഷൻസ്, പിന്നെ അതേപോലെ തന്നെ സ്മോക്ക് ഫ്രം ഓയിൽ റിഫൈനറീസ് അല്ലേ, ഓയിൽ ഗ്യാസസ് കമ്പനീസ് എന്നൊക്കെ വരുന്ന ഈ പുക അങ്ങനെയുള്ളതൊക്കെയാണ് എയർ പൊല്യൂഷന് കാരണമായിട്ട് വരുന്നത്. അതിൻ്റെ ഇമ്പാക്റ്റ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പം പ്രത്യേകിച്ച് പറയണോ അല്ലേ. എയർ പൊല്യൂഷൻ വരുന്ന സമയത്തുള്ള ഇമ്പാക്റ്റ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ശ്വസിക്കുന്നു. നമ്മളെ ഹ്യൂമൻ ബീങ്സിനായാലും ആനിമൽസിനായാലും ബേർഡ്സിനായാലും കുഞ്ഞു മക്കൾക്കായാലും പോലും ഇതൊക്കെ ശ്വസിക്കുന്നതോടുകൂടി എന്ത് ചെയ്യാണ് പെട്ടെന്ന് അസുഖം വന്നിട്ട് അവരെ ഇത് എന്താ പറയുക പ്രതിരോധ ശക്തി കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ സെക്കൻഡ് പൊല്യൂഷൻ എന്താണ്? വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പ്ലാസ്റ്റിക്കുകളൊക്കെ അല്ലേ, നമ്മളിപ്പോൾ എന്തായാലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടാവും. ഈ വേസ്റ്റൊക്കെ എന്ത് ചെയ്യും അവർ കറക്റ്റ് രീതിയിൽ അതിനെന്ത് ചെയ്യുക ഡിസോൾവ് ചെയ്യാതെ അല്ലെങ്കിൽ അതിൻ്റെ മെഷേഴ്സിൽ അത് ഡിസോൾവ് ചെയ്ത് പോവാതെ നമ്മൾ എന്ത് ചെയ്യുക വലിച്ചെറിയുക. ഭൂമിയിലേക്കായാലും വാട്ടർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വെള്ളത്തിലേക്ക് നമ്മളിപ്പോൾ പോകുന്ന സമയത്ത് തന്നെ കാണാം ഒരുപാട് പീടികളുടെ അടുത്തൊക്കെയുള്ള പഴയ ഈ പുഴകളും അല്ലെങ്കിൽ ചെറിയ ചെറിയ ഓടകളൊക്കെ കണ്ടാൽ തന്നെ അറിയാം അതിലേക്കൊക്കെ എന്താണ് പ്ലാസ്റ്റിക് വന്ന് കൂടിക്കിടക്കുക. അപ്പം നമ്മൾ ഓരോരുത്തരും ഒരു ബിസിനസ് എന്ന് പറയുന്ന ഒരു ബിസിനസ് യൂണിറ്റ് മാത്രമല്ല ഓരോ വ്യക്തികളായാലും എന്താണ് അത് എറിയാതിരിക്കുക എന്നുള്ളതാണ്. അതിനുള്ള കറക്റ്റ് അത് എവിടെയാണോ അതിനെ നമുക്ക് കളയാൻ വേണ്ടിയിട്ട് ഉള്ള ഇതുള്ളത് അവിടെ കൊണ്ടുവച്ച് കളയാന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ആരും ഇത് ചെയ്യാറില്ല, നേരെ എടുത്തെറിയുന്നു. അപ്പം വാട്ടർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിലേക്ക് ഈ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ കാരണം ഒരിക്കലും അത് എത്ര കാലം കഴിഞ്ഞാലും അത് അവിടെ കിടക്കുക എന്നല്ലാതെ അതിനൊരു നിർജ്ജലീകരണം സംഭവിക്കുന്നില്ല. അത് ഭൂമിയായിട്ടോ വാട്ടറായിട്ടോ ഒന്നുമായിട്ട് അതെന്താവും മെൽറ്റ് ആവുന്നില്ല. അപ്പോൾ അത് അങ്ങനെ നിൽക്കും, അതിങ്ങനെ കൂടി വരും. അപ്പോൾ അതാണ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വെള്ളത്തിലേക്ക് വരുന്ന ഗാർബേജസ് കൊണ്ട് ഉണ്ടാവുന്നതാണ്. ദെൻ എന്താണ് ലാൻഡ് പൊല്യൂഷൻ. ലാൻഡ് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ മണ്ണിലേക്ക് നമ്മൾ എറിയുന്നത് ഇപ്പം പ്ലാസ്റ്റിക് ആയാലും എന്ത് കാര്യങ്ങളും മണ്ണിലേക്ക് അത് മെൽറ്റ് ആവാതെ പണ്ടത്തെ വേസ്റ്റുകളൊക്കെ എന്താണ് മണ്ണിൽ മെൽറ്റായിട്ട് അതൊരു നല്ലൊരു ഫെർട്ടിലൈസർ അല്ലെങ്കിൽ വളമായിട്ട് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് അത് പറ്റുന്നുണ്ടോ? നമ്മൾ എന്തെറിയണോ അത് അതായത് മണ്ണിലേക്ക് മെൽറ്റ് ആവാതെ അത് അങ്ങനെ തന്നെ കിടക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിൽ വരുന്ന എഫക്റ്റൊക്കെയാണ് ലാൻഡ് പൊല്യൂഷനിലായിട്ട് വരുന്നത്. അതിൻ്റെ കുറേ കാരണങ്ങളൊക്കെയാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എന്തിലുള്ളത് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കവർ ചെയ്ത് പോകാനുള്ളത്. അതായത് പൊല്യൂഷൻസിനെ കുറിച്ചും
അതിൻ്റെ ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നും മീനിങ് എന്താണെന്നും എക്കണോമിക് ഹ്യൂമൻ ആക്ടിവിറ്റിയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഇപ്പം നോക്കിയിട്ട് പോയത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്താണ്, ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് എന്ന് പറഞ്ഞ സെക്കൻഡ് യൂണിറ്റ് ചാപ്റ്റർ, ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ്. ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് എന്ന് പറഞ്ഞ നെക്സ്റ്റ് ഒരു യൂണിറ്റിലേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് നമ്മൾ ബിസിനസ് എന്താണെന്ന് നോക്കി അല്ലേ. ഇപ്പോൾ ബിസിനസ്സിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ, എന്താണ് ബിസിനസ്, എന്താണ് അതിൻ്റെ ഉദ്ദേശം, അതിൽ ആ ബിസിനസ് എന്തിനോടൊക്കെ നീതി പുലർത്തണം, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നമ്മൾ പറഞ്ഞു പോയത്. നെക്സ്റ്റ് നോക്കുന്നത് ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ഇൻഡസ്ട്രി എന്താണ് അല്ലേ. അതായത് നമ്മൾ പറഞ്ഞു ബിസിനസ് ആക്ടിവിറ്റീസ് തന്നെ വരുന്നതാണ്, ബിസിനസ്സാണ് ഇൻഡസ്ട്രി. ബിസിനസ്, കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ വേറെ കൈൻഡ് ഓഫ് ബിസിനസ്സാണ്. അപ്പോൾ ബിസിനസ്സിൽ വരുന്ന അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഫസ്റ്റ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്, ദ പ്രൊഡക്ഷൻ സൈഡ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റി ഈസ് റെഫേർഡ് ആസ് ഇൻഡസ്ട്രി അല്ലേ. അതായത് നമ്മളൊരു ബിസിനസ്, നേരത്തെ പറഞ്ഞു ബിസിനസ് തുടങ്ങി എന്നുള്ളത്. അപ്പോൾ ബിസിനസ് തുടങ്ങി ഞാൻ പറഞ്ഞു, അതിനിപ്പം നമ്മളിപ്പോൾ ഇവിടെ ഒരു ബിസിനസ് കാണുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് എന്തായിരിക്കും, വേറൊരു സ്ഥലത്തായിരിക്കും അല്ലേ. അപ്പോൾ പ്രൊഡക്ഷൻ നടക്കുന്ന യൂണിറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമുക്കിപ്പം നിങ്ങളിപ്പോൾ എന്താ എടുക്കുക, റൈസ് ഫ്ലോർസ് ഒക്കെ എടുക്കുക. അതായത് റൈസ് ഫ്ലോർ, വീറ്റ് ഫ്ലോർ, അതായത് ഗോതമ്പ് പൊടി, പത്തിരിപ്പൊടി, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മളത് എന്താ ചെയ്യുന്നത്, ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. ആക്ച്വലി ഇത് അവിടെയാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ല. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു സ്ഥലം ഉണ്ടാകും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള അതിനെയാണ് നമ്മൾ ഇൻഡസ്ട്രി എന്ന് പറയുക. ഒരു വലിയ ഇൻഡസ്ട്രി ആയിരിക്കും, അവിടെ ആയിരിക്കും അതിൻ്റെ പ്രൊഡക്ഷൻ, അതിൻ്റെ പാക്കിങ്, അതിൻ്റെ പാക്കിങ്ങിൻ്റെ, അതിൻ്റെ പാക്കിൽ വരുന്ന അതിൻ്റെ എംബ്ലംസ്, അതിൻ്റെ കവറിങ്, കോട്ടിങ്, അങ്ങനെ ഒരു ഇപ്പം എല്ലാവർക്കും അറിയുന്നതായിരിക്കും, നമുക്ക് ടി വിയിലും ഒക്കെ തന്നെ നമ്മൾ കാണുന്നുണ്ട് ചില ഐറ്റംസിൻ്റെയൊക്കെ പാക്കിങ്. അപ്പം അങ്ങനെ വരുന്നൊരു യൂണിറ്റാണ് എന്ത് പറയുന്നത്, ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതിൻ്റെ പ്രൊഡക്ഷൻ എവിടെയാണോ നടക്കുന്നത് ആ കമ്പനീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ബിസിനസ് ആക്ടിവിറ്റി വിച്ച് ഈസ് റിലേറ്റഡ് ടു ദ റേസിംഗ്, പ്രൊഡ്യൂസിങ്, പ്രോസസ്സിംഗ് ഓഫ് മാനുഫാക്ചറിങ് ഓഫ് പ്രോഡക്ട്സ്. ദ പ്രോഡക്ട്സ് ആർ കൺസ്യൂമേഴ്സ് ഗുഡ്സ് ആസ് വെൽ ആസ് പ്രൊഡ്യൂസേഴ്സ് ഗുഡ്സ് അല്ലേ. കൺസ്യൂമേഴ്സ് ഗുഡ്സും പ്രൊഡ്യൂസേഴ്സ് ഗുഡ്സും ഒക്കെയാണ് അവിടെ എന്ത് ചെയ്യുക, ഇൻഡസ്ട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നത്. ഒരു വലിയൊരു ബിഗ് യൂണിറ്റ് തന്നെയായിരിക്കും ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ധാരാളം എംപ്ലോയീസ് അവിടെ എന്തായിരിക്കും, വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. എക്സാമ്പിളാണ് നമുക്ക് പറഞ്ഞ ഫുഡ് ഗ്രെയിൻസ് ഇൻഡസ്ട്രീസ്, ടെക്സ്റ്റൈൽസ്, കോസ്മെറ്റിക് ഇൻഡസ്ട്രീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ ക്ലാസിഫിക്കേഷൻ ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രി. അപ്പോൾ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു ഒരു പ്രൊഡക്ഷൻ നടക്കുന്ന യൂണിറ്റാണ്. അതിൻ്റെ കുറച്ച് ടൈപ്സ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷനാണ് എന്ത്. ഫസ്റ്റ് വൺ പ്രൈമറി ഇൻഡസ്ട്രി. പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, മെയിനായിട്ട് വരുന്നതാണ് നമ്മളെ അഗ്രികൾച്ചറൽ ഫാംസ്